NTA നീറ്റ് 2026 പുതിയ അപ്ഡേറ്റ്സ്. നീറ്റ് എഴുതാൻ പോകുന്നവർ കാണേണ്ടത്. NTA പുറത്തിറക്കിയ പുതിയ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ നീറ്റ് അപേക്ഷയെ തന്നെ ബാധിച്ചേക്കാം. പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് NTA നീറ്റ് UG 2026മായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ്. NTA പുറത്തിറക്കിയ പ്രധാന അഡ്വൈസറി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് UG 2026 അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഒരു പ്രധാന മുന്നറിയിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. നീറ്റ് അപേക്ഷിക്കുന്നതിന് മുൻപ് താഴെ പറയുന്ന രേഖകൾ ശരിയാണോ എന്ന് ഉറപ്പാക്കേണ്ടതാണ്. ആധാർ കാർഡ്, പേര്, ജനനത്തീയതി, ഫോട്ടോ, അഡ്രസ്സ്. കാറ്റഗറി സർട്ടിഫിക്കറ്റ്. SC ST OBC EWS ഉള്ളവർ, PWD വിദ്യാർത്ഥികൾക്ക് UDID കാർഡ്. ഈ രേഖകളിൽ തെറ്റുണ്ടെങ്കിൽ നീറ്റ് അപേക്ഷ റിജക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. നീറ്റ് 2026 എക്സാം ഡേറ്റ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇതുവരെ NTA ഔദ്യോഗികമായി നീറ്റ് UG 2026 എക്സാം ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം എക്സാം ഡേറ്റ് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. അപേക്ഷകൾ സാധാരണ പോലെ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ആരംഭിക്കുവാനാണ് സാധ്യത. എക്സാം സെന്റർ സംബന്ധിച്ച വലിയ മാറ്റം 2026 മുതൽ നീറ്റ് പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക് സ്വയം എക്സാം സിറ്റി തിരഞ്ഞെടുക്കാൻ കഴിയുകയില്ല. എക്സാം സെന്റർ ആധാർ കാർഡിൽ ഉള്ള അഡ്രസ് അടിസ്ഥാനമാക്കിയാണ് NTA അലോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആധാർ അഡ്രസ് ഇപ്പോൾ തന്നെ ശരിയാക്കി വയ്ക്കുക. നീറ്റ് 2026 സിലബസ് അപ്ഡേറ്റ്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ NMC നീറ്റ് UG 2026ന്റെ സിലബസ് പുറത്തിറക്കിയിട്ടുണ്ട്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി NCERT അടിസ്ഥാനമാക്കിയുള്ള സിലബസ് തന്നെയാണ്. എക്സാം പാറ്റേൺ: ഷോർട്ട് റിമൈൻഡർ, 180 ക്വസ്റ്റ്യൻസ് കമ്പൽസറി, 3 hours ഡ്യൂറേഷൻ, പെൻ ആൻഡ് പേപ്പർ OMR മോഡ്, ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇല്ല. സമ്മറി: ആധാർ ആൻഡ് സർട്ടിഫിക്കറ്റ്സ് വേഗം തന്നെ അപ്ഡേറ്റ് ചെയ്യണം. എക്സാം ഡേറ്റ് ഉടൻ പ്രഖ്യാപിക്കും. എക്സാം സിറ്റി തിരഞ്ഞെടുക്കാൻ ഇനി ഓപ്ഷൻ ഇല്ല. സിലബസ് NCERT ബേസ്ഡ്. പാറ്റേൺ 180 ക്വസ്റ്റ്യൻസ്, 3 hours. നീറ്റ് എഴുതാൻ പോകുന്നവർ ഇന്നു തന്നെ ആധാർ സർട്ടിഫിക്കറ്റ്സ് ഒരിക്കൽ കൂടി പരിശോധിക്കൂ. ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.